അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, എജു ഹാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൽ അസ്റുൽ ഹദീസിലെ ബാക്കി ഭാഗങ്ങളാണ്. അൽ അസ്റുൽ ഹദീസിലെ ആധുനിക അറബി സാഹിത്യത്തിലെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഷിഅർ എന്നുള്ളത്. അത് നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞു. അതേപോലെ അൽ മഹ്ജർ ലിറ്ററേച്ചറും നമ്മൾ പഠിച്ചതാണ്. ബാക്കി വരുന്ന കുറച്ച് ഭാഗങ്ങൾ വളരെ പെട്ടെന്ന് ഒന്ന് തൊട്ട് തലോടി പോകാനാണ് വിചാരിക്കുന്നത്. നമ്മളുടെ പഠിതാക്കൾ റിക്വസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. അസ്റുൽ ഹദീസിലെ നസർ, വലിയ വലിയ നോട്ടുകളാണ് അവരുടെ കയ്യിലുള്ളത്. പ്രധാനപ്പെട്ടത് മാത്രം ഒന്ന് ചുരുക്കി പറഞ്ഞു തരുമോ എന്നുള്ളത് പല ആളുകളും ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞിരുന്നു ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ടില്ല, കുറച്ച് ആളുകൾ അവൈലബിൾ അല്ല എന്നുള്ളതൊക്കെ. ആ സമയത്ത് ചില ആളുകൾ നമ്മുടെ ആവശ്യപ്പെട്ടത് വോയിസ് ആയിട്ടെങ്കിലും ക്ലാസ് വിടുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ മൊബൈലിലാണ് ഈ PPT എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയത്. അതിൻ്റേതായ കുറച്ച് പെർഫെക്ഷൻ കുറവുകളുണ്ട്. കൂടുതൽ നിങ്ങൾ എൻ്റെ വോയിസ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അസ്റുൽ ഹദീസിൽ കുറേ ഏരിയകൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എന്നെ നല്ലതുപോലെ കേട്ടിരിക്കണം എന്നുള്ളതുകൂടെ സൂചിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അന്നസർ ഫിൽ അസ്റുൽ ഹദീസ്. അന്നസർ ഗദ്യസാഹിത്യം, ഫിൽ അസ്റുൽ ഹദീസ് ആധുനിക ഈ കാലഘട്ടത്തിലെ ഗദ്യസാഹിത്യമാണ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലാദ്യമായിക്കൊണ്ട് അൽ ഖിസ്സ അൽ ഖസീറ, കഥകൾ. കഥകളുടെ കുറച്ച് ആളുകളെയാണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമല്ലോ, ഷോർട്ട് സ്റ്റോറീസ്. കഥകളുടെ കുറച്ച് സാഹിത്യകാരന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം. മുസ്തഫ ലുത്ഫി മൻഫലൂത്തി. നമുക്കിവിടെ കുറച്ച് ആളുകളെയാണ് പഠിക്കാനുള്ളത്. മുസ്തഫ ലുത്ഫി മൻഫലൂത്തി, മുഹമ്മദ് തൈമൂർ, മഹ്മൂദ് തൈമൂർ, യഹിയ ഹക്കി, കുറച്ച് പോയിൻറ്റുകൾ ആഡ് ഓൺ ചെയ്യുക. ഇത്രയാണ് ഖിസ്സ ഖസീറയിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത്. മുസ്തഫ ലുത്ഫി മൻഫലൂത്തിയുടെ കാര്യങ്ങൾ നോക്കാം. 1876 ജനിക്കുകയും 1924 മരണപ്പെട്ടു പോയത്. ഉലിദഫി അസ്യൂത്ത്, അദ്ദേഹം മിസ്റിലെ അസ്യൂത്തിൽ ജനിക്കുകയും മിസ്റിലെ കാഹിറയിൽ മരണപ്പെട്ടു പോവുകയും ചെയ്തു. സാഹിത്യകാരനാണ്, മുത്തർജിം, ട്രാൻസ്ലേറ്ററാണ് അദ്ദേഹം. ഫ്രഞ്ച് ഭാഷ അറിയുന്നത് കൊണ്ട് തന്നെ ഫ്രഞ്ച് സാഹിത്യത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ അറബിയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഷാഇറുൻ, അദ്ദേഹം ഒരു കവിയും കൂടിയാണ്. ഹഫിദൽ ഖുർആൻ, അദ്ദേഹം വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയത് 9ാമത്തെ വയസ്സിലാണെന്നും പറയുന്നുണ്ട്, 11ാമത്തെ വയസ്സിലാണെന്നും പറയുന്നുണ്ട്. തഅസ്സറ ബി മുഹമ്മദ് അബ്ദ വ സഅദ് സഅലൂൻ, തൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ച പ്രധാനപ്പെട്ട രണ്ടാളുകളാണ് മുഹമ്മദ് അബ്ദയും സഅദ് സഅലൂനും. ഈ രണ്ടാളുകൾ സഅദ് സഅലൂൻ, മുഹമ്മദ് അബ്ദ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് അദ്ദേഹത്തെ ജയിലിലടക്കുന്ന സംഭവം. ഹജ ഹദ്ദൈവി അസാനി, അദ്ദേഹം ഹദ്ദൈവി രണ്ടാമൻ, ഹുദൈവി എന്നും പറയാറുണ്ട്. ഹദ്ദൈവി രണ്ടാമൻ എന്ന രാജാവിനെതിരെ അദ്ദേഹം ഒരു കവിത എഴുതുന്നുണ്ട്. ആ കവിതയുടെ പേര് അൽ ഖുദൂം എന്നുള്ളതാണ്. ആ കവിത ഹദ്ദൈവി രണ്ടാമനെ ആക്ഷേപിച്ചുകൊണ്ടാണ്, ഹിജാബ് നടത്തിക്കൊണ്ടാണ് ആ കവിത എഴുതിയത്. അങ്ങനെ അദ്ദേഹത്തെ സിജിൻ, ഹൊക്കീമ അലൈഹി അസിജുൻ, അദ്ദേഹത്തെ ജയിലിലടക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശമുണ്ടാകുന്നു. 6 മാസക്കാലം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ അക്മാലുകൾ നോക്കാം. നളറാത്ത് അദ്ദേഹത്തിൻ്റെ മഖാലകളാണ്, മജ്മുഅത്തുൽ മഖാലാത്തുകളാണ്. അൽ അബറാത്ത് അദ്ദേഹത്തിൻ്റെ മജ്മുഅത്തുൽ ഖസസ്, കഥകളുടെ സമാഹാരമാണ്. ഫി സബീലി താജ് റിവായയാണ്. അഷാഇർ അൽ ഫളീല, ഷാഇറും ഫളീലയും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. മാജദ് വലൈനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാജദ് വലൈനി മുമ്പ് PSC ചോദിച്ചതാണ്. മാജദ് വലൈനി അദ്ദേഹം ഏത് ഭാഷയിൽ നിന്നാണ് ആ പുസ്തകം തർജ്ജമ ചെയ്തത് എന്ന് ചോദിച്ചിരുന്നു. അത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഒരു പോയിൻ്റ്. കുറേ ആളുകൾ മിസ്റിൽ ജീവിച്ച കുറേ ആളുകൾ പഠനകാലത്ത് ഫ്രാൻസിലേക്ക് പോയിട്ട് പഠനം നടത്തിയിട്ടുണ്ട്. ഫ്രാൻസിലെ മുംബീലിയ എന്ന് പറയുന്ന കോളേജിലേക്കൊക്കെ പോയിട്ട് പഠനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിസ്റിലെ പലർക്കും ഫ്രഞ്ച് ഭാഷ അറിയാം. അപ്പോൾ ട്രാൻസ്ലേഷൻ മിസ്റിലെ ഒരാളെക്കുറിച്ച് അയാളുടെ ഈ പുസ്തകം ഏത് ഭാഷയിൽ നിന്നാണ് തർജ്ജമ ചെയ്തത് എന്ന് ചോദിച്ചാൽ കൂടുതലും ഫ്രഞ്ച് ആവാനാണ് സാധ്യതയുള്ളത് ആധുനിക മിസ്റിൽ. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓർത്ത് വെക്കുക. റിസാലത്തുൽ അർബഊൻ, അതേപോലെ തന്നെ തഹരീറു മിസ്ർ അദ്ദേഹത്തിൻ്റെ കവിതയാണ് എന്നുള്ളത് കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ആളിലേക്ക് പോകാം. രണ്ടാമത്തേത് മുഹമ്മദ് തൈമൂറാണ്. മുഹമ്മദ് തൈമൂർ കാഹിറയിലാണ് ജനിച്ചത്. പ്രധാനപ്പെട്ടൊരു പോയിൻ്റ്, അബുൽ ഖിസ്സ അൽ അറബിയ, അറബി ഭാഷയിൽ ഒരു ആദ്യത്തെ ലക്ഷണമൊത്ത ഒരു കഥ എഴുതിയിട്ടുള്ളയാൾ അത് മുഹമ്മദ് തൈമൂറാണ്. അദ്ദേഹം ഫിൽ ഖിത്വാർ എന്ന കഥയാണ് എഴുതിയത്, ഖിസ്സയാണ് എഴുതിയത്. അതാണ് അറബി ഭാഷയിലെ, അറബി സാഹിത്യത്തിലെ അവ്വലു ഖിസ്സ,
ഫിലാദബുൽ അറബി, അറബി സാഹിത്യത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത കഥയായിക്കൊണ്ട് അറിയപ്പെടുന്നത് ഫിൽ ഖിത്വാറാണ്. അത് എഴുതിയത് മുഹമ്മദ് തൈമൂറാണ്. ഈ 2 പോയിൻ്റ് ഇവിടെ ഓർത്ത് വെക്കുക. ഇനി മുഹമ്മദ് തൈമൂറിൻ്റെ സഹോദരനായിട്ടുള്ള മഹ്മൂദ് തൈമൂറിനെ കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത്. മിസ്റിൽ തന്നെയാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഖിസ്സയുടെ ആളുകളെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ആളുകളെയും അവരെവിടെ ജനിച്ചു, അവരുടെ മേഖല എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മേഖല ഖിസ്സയാണോ, റിവായയാണോ, മസ്രഹിയാണോ? കാരണം PSC ബേസിക്കായ ചോദ്യങ്ങൾ ചോദിക്കും. മഹ്മൂദ് തൈമൂർ അറിയപ്പെടുന്നത് ഉസ്താദുൽ ഉഖ്സൂസ. ഖിസ്സ എന്ന് പറഞ്ഞാൽ കഥയാണ്. ഉഖ്സൂസ എന്ന് പറയുമ്പോൾ അതൊരു ഫന്നായിട്ട് മാറി, ഒരു കലയായിട്ട് മാറി. പിന്നെ കഥ എന്നുള്ളതിനെ ഒരു കലയാക്കി കൊണ്ടുവന്നത് മഹ്മൂദ് തൈമൂറാണ്. മുഹമ്മദ് തൈമൂറാണ് കഥ തുടങ്ങിയത്, അബുൽ ഖിസ്സ അൽ അറബിയ. എന്നാൽ പിന്നെ ഫന്നുൽ ഉഖ്സൂസയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നതും കഥ എന്നുള്ളതിനെ ഷിഅറിനോളം വെക്കാൻ പറ്റുന്ന ഒരു വലിയ ഒരു കലയാക്കി മാറ്റിയത് മഹ്മൂദ് തൈമൂറാണ്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ഷെയ്ഖുൽ ഖിസ്സ അൽ അറബിയ, അറബി കഥകളുടെ ഷെയ്ഖ്, മുഅസ്സിസു ഫന്നുൽ ഉഖ്സൂസ, റായിദു അൽ ഖിസ്സ അൽ അറബിയ എന്നുള്ള പേരൊക്കെ കിട്ടിയിട്ടുള്ളത് മഹ്മൂദ് തൈമൂറിനാണ്. ഒരു വ്യത്യാസം, അബുൽ ഖിസ്സ അൽ അറബിയെ ചോദിച്ചാൽ മാത്രം മുഹമ്മദ് തൈമൂറാണ് എഴുതേണ്ടത്. മഹ്മൂദ് തൈമൂറിൻ്റെ പിതാവ് അഹ്മദ് തൈമൂറും സഹോദരനാണ് മുഹമ്മദ് തൈമൂർ എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി അമ്മത്ത്, അമ്മായിയാണ്. നമ്മൾ അമ്മാവെന്ന് പറയുമല്ലോ. അമ്മായിയാണ് ആയിഷ തൈമൂരിയ എന്ന കവിയത്രി. നമ്മൾ പിന്നെ കവിയത്രിമാരെ പഠിപ്പിച്ചിരുന്നു, കവികളെയൊക്കെ പഠിപ്പിച്ചിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു പോയിൻ്റ്. ആ ബന്ധം ഓർത്ത് വെക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞ മുഹമ്മദ് തൈമൂറും മഹ്മൂദ് തൈമൂറും സഹോദരങ്ങളാണ്. അവരുടെ പിതാവ് അഹ്മദ് തൈമൂറാണ്. അവരുടെ അമ്മായി അമ്മത്ത് ആയിഷ തൈമൂരിയയാണ്. ഇനി മഹ്മൂദ് തൈമൂറിന് ജായിസത്തു തഖ്ദീരിയ കിട്ടിയിട്ടുണ്ട് 1963. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി അദ്ദേഹത്തിൻ്റെ അഅ്മാലുകൾ, വർക്കുകൾ നോക്കാം. ഒരുവിധം വർക്കുകളും ഖിസ്സയാണ്, കഥയാണ്. പ്രധാനപ്പെട്ടതൊക്കെ കഥയാണ്. പിന്നെ നീണ്ട കുറച്ച് വലിയ കഥയാണ്. ഖിസ്സ തൊവീലയാണ്. അതുകൊണ്ട് തന്നെ വിഷയം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. വിഷയം ചോദിക്കുകയാണെങ്കിൽ പിന്നെ ഖിസ്സയാണ് കൊടുക്കേണ്ടതും. അഅ്മാലുകൾ നോക്കാം. ഷെയ്ഖു ജംഅയാണ് പിന്നെ അവ്വലു മജ്മുഅ, ഒന്നാമത്തെ കഥയുടെ സമാഹാരം ഷെയ്ഖു ജംഅയാണ്. നിദാ ഉൽ മജ്ഹൂൽ, അത് ഖിസ്വത്തുൻ തൊവീലത്തുൻ, നീണ്ട വലിയ കഥയാണ്. നിദാ ഉൽ മജ്ഹൂൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അൽ ഖനാബിൽ സെൽവ ഫി മഹബിർ റീഹ്, അബുൽ ഹൗൽ യത്തീറു, ക്ലിയോപാട്ര ഫി ഖാൻ ഖലീലി, അൽ യൗമു ഖംറു എന്നുള്ളത് പിന്നെ അദ്ദേഹം ഇംറുൽ ഖൈസിനെ കുറിച്ച് എഴുതിയിട്ടുള്ള കഥയാണ്. കുല്ല ആം വ അൻതും ബിഖൈർ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇബ്നു ജില്ല, ഇലൽ ലിഖാ അയ്യു അൽ ഹുബ്, സൊഖുർ ഖുറൈഷ്, ഫിദാ. അപ്പോൾ ഇദ്ദേഹം കുറേ പിന്നെ ചരിത്ര പുരുഷന്മാരെ കുറിച്ച് കഥകൾ എഴുതിയിട്ടുണ്ട്. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എണ്ണമാണ് നിദാ ഉൽ മജ്ഹൂലും അൽ യൗമു ഖംർ, കുല്ല ആം വ അൻതും ബിഖൈർ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് യഹിയ ഹക്കിയെ കുറിച്ചാണ് പറയാനുള്ളത്. ഇതുവരെ പറഞ്ഞ ആളുകളൊക്കെയും ഖിസ്സ അൽ ഖസീറയുമായി ബന്ധപ്പെട്ട ആളുകളല്ല, ചെറുകഥയുമായി ബന്ധപ്പെട്ട ആളുകളല്ല, ഖിസ്സയുമായി ബന്ധപ്പെട്ട ആളുകളാണ്, കഥയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. എന്നാൽ ഖിസ്സ ഖസീറ, ചെറുകഥ എന്നുള്ള ഫന്ന് കൊണ്ടുവരുന്നത് യഹിയ ഹക്കിയാണ്. റായിദു ഫന്നുൽ ഖിസ്സ അൽ ഖസീറ, ചെറുകഥ എന്ന ഒരു കലയുടെ പിന്നെ ഷോർട്ട് സ്റ്റോറി, അതിൻ്റെ റായിദായിട്ട് അറിയപ്പെടുന്നത് യഹിയ ഹക്കിയാണ്. യഹിയ ഹക്കിയും മിസ്റിലാണ് ജനിച്ചത്. ജായിസത്തു തഖ്ദീരിയ 1969 മലിക് ഫൈസൽ അവാർഡ് 1990 അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഅ്മാലുകൾ, വർക്കുകൾ നോക്കാം. ചെറുകഥകളാണ്. ഖന്ദീലു ഹാഷിം കുറച്ച് ഫേമസ് ആണ്. ഫജ്റുൽ ഖിസ്സ അൽ മിസ്രിയ അതും ഫേമസ് ആണ്. ബാക്കിയുള്ളതൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. യഹിയ ഹക്കിയെ പറ്റി തന്നെ പിന്നെ ചോദിക്കും എന്നുള്ളത് സംശയമാണ്, ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇനി നമുക്ക് കുറച്ച് ആഡ് ഓൺസ് നടത്താം. ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ച് ആളുകളാണ്. ഇഹ്സാൻ അബ്ദുൽ ഖുദൂസ് കാത്തിബുൻ, അദ്ദേഹം എഴുത്തുകാരനാണ്, കഥാകൃത്താണ്. സഹ്ഫിയുൻ, ജേർണലിസ്റ്റാണ്. മിസ്റിലാണ് അദ്ദേഹം ജനിച്ചത്. മുഅല്ലഫാത്ത്, അദ്ദേഹത്തിൻ്റെ കൃതികൾ നോക്കാം. ലൻ അഈഷു ഫി ജിൽബാബി അബി, ഫി ബൈത്തിന റജുലുൻ, അന ഹുറ ലാ അനാമു. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്തുകൾ. ഇതുവരെ ചോദിച്ചിട്ടില്ല ഒന്നും. യൂസുഫ് ഇദ്രീസ് ഒരു കഥാകൃത്താണ്, മിസ്രിയാണ്. തൊബീബുൻ, ഇന്നഹു തൊബീബുൻ, അദ്ദേഹം ഒരു ഡോക്ടറും കൂടിയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്തുകൾ നോക്കാം. അർഹസ് ലയാലി, അലൈസ കദാലിക, ആഹിറു ദുനിയ. ഇതിൽ അർഹസ് ലയാലി എന്ന കഥ ഫേമസ് ആണ്, അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സക്കരിയ താമർ പിന്നെ കൃതികളോ ഒന്നും പഠിക്കണ്ട, ഖിസ്സയുടെ ആളാണെന്ന് പഠിക്കുക.
അതിൻ്റെ കൂടെ സൂരിയാണ് എന്നുള്ളതും പഠിക്കുക. കാരണം ഇതുവരെ പറഞ്ഞ ആളുകൾ ഏകദേശം മിസ്രിയാണ്. സക്കരിയ താമർ സൂരിയാണ്, സിറിയനാണ്. ഇനി അവസാനമായിക്കൊണ്ട് സമീറ അസാം ഫിലസ്തീനി ആയിക്കൊണ്ടുള്ള ഒരു ലേഡിയാണ്. അവർ സാഹിത്യകാരിയാണ്, കഥയുടെ ആളാണ് സമീറ അസാം. ഇതുവരെ പറഞ്ഞ ആളുകൾ എല്ലാവരും മിസ്രിയാണ്. ഒരാൾ സൂരിയാണ്, ഒരാൾ ഫിലസ്തീനിയാണ്. ആ ഫിലസ്തീനി സമീറ അസാമാണ്. റായിദത്തു ഇസ അൽ ഖസീറ ഫിലസ്തീൻ, ഫലസ്തീനിലെ ഷോർട്ട് സ്റ്റോറിയുടെ റായിദത്ത് നേതാവായിട്ട് അറിയപ്പെടുന്നത് സമീറ അസാമാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ ഓർത്തു വെക്കുക. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ മുസ്തഫ ലുത്തഫി മൻഫലൂത്തിയെ പറഞ്ഞു, മുഹമ്മദ് മഹ്മൂദ് തൈമൂറിനെയും പറഞ്ഞു. ഈ 3 ആളുകളുടെ കാര്യപ്പെട്ട കുറച്ച് പോയിന്റുകൾ ഓർത്തു വെക്കുക. പിന്നെ പറഞ്ഞ ആളുകൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ചോദിക്കാനൊക്കെ സാധ്യത കുറവാണ്. ഇനി നമുക്ക് റിവായ നോക്കാം. നോവലിനെ പറ്റി പറയുമ്പോൾ പിന്നെ ആദ്യകാലങ്ങളിലൊക്കെ പല നോവലുകളും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഹയ്യിബ്നി യഖ്ലാൻ, ഞാൻ നമ്മളുടെ പിന്നെ ഉന്ദുലുസ് പറഞ്ഞപ്പോൾ അവിടെ ഒരു റിവായ പറഞ്ഞിരുന്നു. ഇപ്പോൾ കുറേ പണ്ട് ഇറങ്ങിയിട്ടുള്ള റിവായാണ്. എന്നാൽ ലക്ഷണമൊത്ത റിവായ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ റിവായയുടെ എല്ലാ ഫാക്ടേഴ്സും പിന്നെ കീപ്പ് ചെയ്യുന്ന നല്ലൊരു റിവായ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ രൂപത്തിൽ ലക്ഷണമൊത്ത ആദ്യത്തെ റിവായ എഴുതിയിട്ടുള്ളത് സൈനബ് എന്ന റിവായാണ്. മുഹമ്മദ് ഹുസൈൻ ഹൈക്കലാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് റിവായയുടെ കുറച്ച് ആളുകളെ നമുക്ക് നോക്കാം. ഒന്നാമതായിക്കൊണ്ട് ജുർജി സെയ്ദാനെ കുറിച്ച് ചോദ്യങ്ങൾ കുറവാണ്. നോക്കാം. അദീബുൻ സാഹിത്യകാരനാണ്. മുഅർരിഖ് അദ്ദേഹം ഒരു പിന്നെ ചരിത്രകാരനാണ്. വസിഹാഫിയുൻ ജേർണലിസ്റ്റാണ്. ലബനാൻകാരനാണ്. കുറേ ആളുകൾ മിസ്രിയാണ്. ജുർജി സെയ്ദാൻ ലബനാനിലാണ് ജനിച്ചത്. മസീഹിയുൻ ജുർജി സെയ്ദാൻ ക്രിസ്ത്യാനിയാണ്. ഉലിദ ഫി ബൈറൂത്ത് ലബനാനിലെ ബൈറൂത്തിലാണ് അവർ ജനിച്ചത്. റായിദുർ റിവായത്തു താരീഖിയ അങ്ങനെ ഒരു ലഖബുണ്ട്. ചരിത്ര നോവലുകളുടെ പിന്നെ നേതാവായിട്ട് അറിയപ്പെടുന്നത് ജുർജി സെയ്ദാനാണ്. അവ്വലു മൻ ഫക്കറ ഫി തബ്സീത്തി താരീഖ് ചരിത്രത്തെ വളരെ എളുപ്പത്തിൽ എഴുതി അവതരിപ്പിക്കാൻ ആദ്യമായി ശ്രമിച്ച ഒരാളാണ് ജുർജി സെയ്ദാൻ. മുഅല്ലഫാത്തുകളിൽ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമാണ് ഇവിടെ കൊടുത്തത്. താരീഖു തമദ്ദുനുൽ ഇസ്ലാമി ചരിത്രമാണ്. താരീഖു ആദാബുൽ ലുഗൽ അറബിയ അറബി ഭാഷാ സാഹിത്യത്തിൻ്റെ ചരിത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട് ജുർജി സെയ്ദാൻ. നെറ്റിനൊക്കെ നമ്മൾ റെഫർ ചെയ്യുന്ന 5 ചരിത്ര ഗ്രന്ഥങ്ങളാണ്, സാഹിത്യത്തിൻ്റെ 5 ഗ്രന്ഥങ്ങളാണുള്ളത്. അതിലൊന്ന് ജുർജി സെയ്ദാൻ്റെ ഗ്രന്ഥമാണ്. അൽ മംലൂക്ക് ഷാരിദ്, ഫതാത്ത് ഗസ്സാൻ, അസ്റാഉ ഖുറൈഷ് ഇതൊക്കെ ജുർജി സെയ്ദാൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. രണ്ടാമത്തെ ആളിലേക്ക് പോവാം. മുഹമ്മദ് ഹുസൈൻ ഹൈക്കലാണ്. മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ 1888 ജനിച്ചു. 1956 മരണപ്പെട്ടു പോയി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് അറബി സാഹിത്യത്തിൽ റിവായ എഴുതിയ ആൾ, നോവൽ എഴുതിയത് മുഹമ്മദ് ഹുസൈൻ ഹൈക്കലാണ്. ആ നോവലിൻ്റെ പേരാണ് സൈനബ് എന്ന നോവൽ. റായിദു റിവായത്തുൽ അറബിയ അറബി ഭാഷയിലെ റിവായ നോവലിൻ്റെ നേതാവായിട്ട് അറിയപ്പെടുന്നത് മുഹമ്മദ് ഹുസൈൻ ഹൈക്കലാണ്. ഈ പേര് നിങ്ങൾ ശ്രദ്ധിക്കണം. റായിദ് എന്നാണ് ഉപയോഗിച്ചത്. എന്നാൽ ഇവിടെ പിന്നെ അമീർ എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അമീറു റിവായത്തുൽ അറബിയ എന്ന് പറയുന്നത് നജീബ് മഹ്ഫൂദിനെ കുറിച്ചാണ്. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അദീബുൻ സാഹിത്യകാരനാണ്, രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം മന്ത്രിയൊക്കെ ആയിട്ടുണ്ട്, മിസ്രിലെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയിട്ടുണ്ട്. റിവായിയുൻ അദ്ദേഹം പിന്നെ റിവായയുടെ ആളാണ്. അദ്ദേഹം ഒരു പിന്നെ നോവലിസ്റ്റാണ്. ഉലിദ ഫി കഫർഓനാം അദ്ദേഹം ജനിച്ചത് മിസ്രിലെ കഫർഓനാമിലാണ്. അദ്ദേഹത്തിന് ദക്തൂറ കിട്ടിയിട്ടുണ്ട്. ഹസ്വല അല ദക്തൂറ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഡോക്ടറേറ്റിൻ്റെ മൗലു വിഷയം എന്ന് പറഞ്ഞാൽ ദീനു മിസ്റുൽ ആം എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. ജാമിഅത്ത് സർബൂൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഈ ഒരു ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ളത്. വസീറൻ ലിൽ മആരിഫ് മിസ്രിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ പിന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. മുഅല്ലഫാത്തു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കൃതികളാണ് ഇവിടെ കൊടുത്തത്. ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ മെൻഷൻ ചെയ്യാത്തത് ഇത് 4ഉം ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ കൃതികളിൽ നിന്ന് പ്രധാനപ്പെട്ട 4 കൊടുത്തത്. 4ഉം റിവായയാണ്. സൈനബാണ് ആദ്യത്തെ റിവായ. സുദ്ദീഖ് അബൂബക്കർ, ഫാറൂഖ് ഉമർ ഇത് 2ഉം പ്രധാനപ്പെട്ട ചരിത്ര നോവലുകളാണ്. ഹയാത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. അത് അദ്ദേഹം പിന്നെ ഇസ്ലാമിൻ്റെ പല ശത്രുക്കൾക്കും അദ്ദേഹം മറുപടിയായിട്ട് എഴുതിയതാണ് ഹയാത്തു മുഹമ്മദ് എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് നീങ്ങാം. നജീബ് മഹ്ഫൂദിനെ കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത്. നജീബ് മഹ്ഫൂദ് നമുക്കറിയാം. നജീബ് മഹ്ഫൂദ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് നൊബേൽ സമ്മാനമാണ്. അറബി സാഹിത്യത്തിൽ ആദ്യമായും നിലവിൽ ഒരു നൊബേൽ സമ്മാനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നജീബ് മഹ്ഫൂദ് ഈ അടുത്ത് 2000 മരിച്ച ഒരാളാണ്. അതുകൊണ്ട് വർഷം നോട്ട് ചെയ്യണം.
1911 മുതൽ 2006 വരെയാണ് അദ്ദേഹം ജീവിച്ചത്. അമീറുർ റിവായത്തുൽ അറബിയ, അറബിക് നോവലുകളുടെ അമീർ നേതാവായിക്കൊണ്ട് അദ്ദേഹം അറിയപ്പെടുന്നു. ഉലിദ ഫി ഹയ്യിൽ ജമാലിയ, അദ്ദേഹം ജനിച്ച മിസ്റിലെ കാഹിറയിലെ ഹയ്യുൽ ജമാലിയ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അവലു അറബിയുൻ ഹസ്വല അല ജായിസത്തി അൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ അറബി സാഹിത്യകാരനാണ്. 1988 നൊബേൽ സമ്മാനം കിട്ടിയത്. ആ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പോയിന്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഗ്രന്ഥത്തിനാണ് നൊബേൽ സമ്മാനം കിട്ടിയത് എന്നതിൽ 2 അഭിപ്രായങ്ങൾ പല സ്ഥലത്തും കാണാം. അദ്ദേഹത്തിൻ്റെ സുലാസിയാത്തുൽ ഖാഹിറ, അദ്ദേഹത്തിൻ്റെ സുലാസിയാത്ത് എന്നറിയപ്പെടുന്ന 3 പുസ്തകങ്ങളുണ്ട്. ബൈനൽ ഖസ്റൈൻ, ഖസ്റു ഷൗക്ക്, സുക്കിരിയ എന്ന് ചില സൈറ്റുകളിൽ കാണാം. ഇതിനാണ് നൊബേൽ സമ്മാനം കിട്ടിയതെന്നുള്ളത്. ചില പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഔലാദു ഹാറാത്തിന എന്ന ഗ്രന്ഥത്തിനാണ്. മുമ്പ് കേട്ടത്തിൽ വന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അത് പ്രകാരം കുറച്ചും കൂടെ സിഖത്തായിട്ടുള്ളത് ഈ ചോദ്യം വന്നാൽ ഔലാദു ഹാറാത്തിന എന്ന ഗ്രന്ഥത്തിനാണ് നൊബേൽ സമ്മാനം കിട്ടിയത് എന്നുള്ളതാണ് കുറച്ചും കൂടെ ശരിയായ ഉത്തരം. അവൽ ഖിസ്സ, ആദ്യത്തെ കഥ, അദ്ദേഹം എഴുതിയ ആദ്യത്തെ കഥ ഹെംസുൽ ജുനൂൻ എന്ന കഥയാണ്. ഹെംസുൽ ജുനൂനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ. അവലു റിവായ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണെങ്കിലോ അബസുൽ അഖ്ദാർ എന്ന നോവലാണ് അദ്ദേഹം ആദ്യം എഴുതിയിട്ടുള്ളത്. അവലു കിതാബിഹി അൽ മത്ബൂ, പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗ്രന്ഥം എന്നുള്ളത് മിസ്ർ അൽ ഖദീമ എന്ന ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗ്രന്ഥം. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ നോക്കാം. ബൈനൽ ഖസ്റൈൻ, ഖസ്റു ഷൗക്ക്, സുക്കിരിയ, ഈ 3 നോവലുകൾ വളരെ ഫേമസ് ആണ്. ഇത് സുലാസിയാത്തുൽ ഖാഹിറ എന്നാണ് ഈ നോവലുകൾ അറിയപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട നോവലുകളാണ് പറയുന്നത്. ഒട്ടനവധി നോവലുകളുണ്ട്, അതിൽ തിരഞ്ഞെടുത്തതാണ് ഇവിടെ പറയുന്നത്. ഖാഹിറ അൽ ജദീദ, ഖാൻ ഖലീലി, ഔലാദു ഹാറാത്തിന, സിഖാഖുൽ മദഖ്, ബിദായ വനിഹായ, ലിസ്സു വൽ കിലാബ്, അൽ ഫജ്റുൽ കാദിബ്, തഹ്തൽ മുദ്ലിമ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതിൽ ലിസ്സു വൽ കിലാബൊക്കെ നല്ല ഫേമസ് ആണ്. ഔലാദു ഹാറാത്തിന, ഖാൻ ഖലീലി, ഖാഹിറ അൽ ജദീദ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ റിവായയിലെ എക്സ്ട്രാ കുറച്ച് ആളുകളെയാണ് പറയുന്നത്. അത്യാവശ്യമുള്ളവർ മാത്രം നോട്ട് ചെയ്താൽ മതി. നജീബ് കീലാനിയെക്കുറിച്ച് മുമ്പ് PSC ചോദിച്ചതാണ്. അദ്ദേഹം ഒരു റിവായിയും, അദ്ദേഹം ഒരു നോവലിസ്റ്റാണ്. മിസ്രിയുൻ, അദ്ദേഹം മിസ്റുകാരനാണ്, മിസ്റിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അഗ്മാലുഹു, നജീബ് കീലാനിയുടെ വർക്കുകൾ അത്വരീഖു ത്വവീൽ, ഖാത്തിൽ ഹംസ, അദ്റാ ഉജാക്കർത്ത. ഇതിൽ ഖാത്തിൽ ഹംസയും അദ്റാ ഉജാക്കർത്തയും ഒക്കെ മുമ്പ് PSCയിൽ ഓപ്ഷൻസിലൊക്കെ വന്ന കൃതികളാണ്, ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അത്ര പ്രാധാന്യമില്ലാത്ത കുറച്ച് ആളുകളെയാണ് പറയുന്നത്. നോക്കാം നമുക്ക്. അബ്ദുറഹ്മാൻ മുനീഫ് ഉർദുനിയും, അദ്ദേഹം ജോർദാൻകാരനാണ്, ഉർദുനിയാണ്. സ്വാഹിബ് മുദിനുൽ മിൽഹ്, അദ്ദേഹം എഴുതിയിട്ടുള്ള മുദിനുൽ മിൽഹ് എന്നത് ഒരുപാട് കോലാഹലങ്ങളുണ്ടാക്കിയ, വിവാദങ്ങളുണ്ടാക്കിയ ഒരു നോവലാണ്, നോട്ട് ചെയ്ത് വെക്കുക. അഹ്ലാ മുസ്തആനമി ലേറ്റസ്റ്റായ നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നോവലിസ്റ്റാണ് അഹ്ലാ മുസ്തആനമി. അൽ ജസീറയിലാണ് ജനിച്ചത്, ജസാഇരിയത്താണ്. അൽ ജസീറയിലെ ആദ്യത്തെ അറബി നോവലിസ്റ്റാണ് അഹ്ലാ മുസ്തആനമിയുടെ ഒരു നോവലുണ്ട്, വളരെ ബൃഹത്തായ ഫേമസ് ആയ ഒരു നോവലാണ് ദാക്കിറത്തുൽ ജസദ് എന്ന നോവൽ, നോട്ട് ചെയ്ത് വെക്കുക, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മളുടെ സിലബസിലുള്ള ഒരാളാണ് ത്വയ്യിബ് സ്വാലിഹ് എന്ന ഒരാൾ. ത്വയ്യിബ് സ്വാലിഹ് കഥയും ജേർണലിസ്റ്റും, കഥ എഴുതുന്ന ആളും റിവായ എഴുതുന്ന ആളും, അങ്ങനെ പല പല മേഖലകളിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ത്വയ്യിബ് സ്വാലിഹിനെ പറ്റി നെറ്റിനൊന്നും ചോദ്യങ്ങൾ ചോദിക്കാറില്ല, അധികം ചർച്ച ചെയ്യപ്പെടാറില്ല അദ്ദേഹം. എന്നാൽ PSCയുടെ സിലബസിൽ ഉൾക്കൊള്ളിച്ച ഒരു വ്യക്തിയാണ് ത്വയ്യിബ് സ്വാലിഹ്. അതുകൊണ്ട് തന്നെ ത്വയ്യിബ് സ്വാലിഹിനെ കുറിച്ച് PSC മുൻപ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു നോവൽ, ഞാനിവിടെ കൊടുത്ത ഒരു നോവലുണ്ട്, അതിനെക്കുറിച്ച് PSC ചോദിച്ചിട്ടുണ്ട്. കാത്തിബുൻ സുഡാൻകാരനാണ് അദ്ദേഹം. സിഹാഫിയുൻ, ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ജനിച്ച വർഷം 1929 മരിച്ചത് 2009 ഇപ്പോൾ റീസെൻ്റായി മരിച്ച ഒരാളെന്ന നിലക്ക് അദ്ദേഹത്തെക്കുറിച്ച് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിൻ്റെ അബ്ഖരിയു റിവായത്തുൽ അറബിയ, അറബിക് നോവലുകളിലെ അബ്ഖരി, നൈപുണ്യം നേടിയയാൾ എന്ന ലക്കബിൽ അദ്ദേഹം അറിയപ്പെടാറുണ്ട്. അമാലിഹി, അദ്ദേഹത്തിൻ്റെ കൃതികൾ നോക്കാം. അതിലൊറ്റ കൃതിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, മൂസമുൽ ഹിജ്റ ഫിഷിമാൽ. ഇത് കുറച്ച് ഫേമസ് ആയ വലിയ ഒരു നോവലാണ്. ഇത് മുമ്പ് PSCക്ക് ചോദിച്ചതാണ്. PSC 1-2 തവണ ഈ നോവലിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികളുണ്ട്, ഞാനിവിടെ ഒന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത്രയുമാണ് റിവായയുടെ ആളുകൾ, നോവലിൻ്റെ ആളുകൾ. ഇനി നമുക്ക് മസ്രഹിയയുടെ ആളുകളെയാണ് പഠിക്കാനുള്ളത്. അതായത്
നാടകത്തിൻ്റെ മസ്രഹിയയുടെ ആളുകളെയാണ് നോക്കാനുള്ളത്. മസ്രഹിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ വേറൊരു പേര് തംസീൽ എന്നുള്ളതാണ്, നാടകം. ഇതുവരെ പറഞ്ഞതൊക്കെ വെറും എഴുത്ത് മാത്രമാണ്. തംസീൽ എന്ന് പറയുമ്പോൾ ഒരു നാടകം എഴുതുക മാത്രമല്ല, അത് ഒരു സ്റ്റേജിൽ, ഒരു മസ്രഹിൽ പോയിട്ട് അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക കൂടെ ചെയ്യണം, മസ്രഹിയ. അപ്പോഴാണത് മസ്രഹിയ ആയിട്ട് മാറുന്നത്. മസ്രഹിയയിലെ ഒന്നാമത്തെ ആൾ മാറൂൻ നക്കാഷാണ്. മാറൂൻ നക്കാഷ് എന്നും മാറൂൻ നുക്കാഷ് എന്നും പറയാറുണ്ട്. മാറൂൻ നുക്കാഷ് നമുക്കറിയാം ലബനാനിയാണ്, ബൈറൂത്തിലാണ് ജനിച്ചത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് അറബി സാഹിത്യത്തിൽ മസ്രഹിയ എഴുതിയയാൾ. അബുൽ മസ്രഹിയ അൽ അറബിയ, അബുൽ മസ്രഹ് അല്ല, അബുൽ മസ്രഹിയ അൽ അറബിയ, അറബിക് പിന്നെ ഈ ഒരു നാടകങ്ങളുടെ, ഡ്രാമകളുടെയൊക്കെ പിതാവായിക്കൊണ്ട് അറിയപ്പെടുന്നത് മാറൂൻ നക്കാഷാണ്. റായിദുൽ മസ്രഹിയ അൽ അറബിയ, റായിദ് നേതാവായിട്ടൊക്കെ അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു മസ്രഹിയ എന്ന് പറഞ്ഞാൽ അൽ ബഖീൽ, പിശുക്കൻ എന്ന പേരിലുള്ള ഈ മസ്രഹിയാണ് അറബി സാഹിത്യത്തിലെ ആദ്യത്തെ മസ്രഹിയ. അത് പിന്നെ ഏത് ഭാഷയിൽ നിന്ന് തർജ്ജമ ചെയ്തതാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫറൻസിയ, ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് അറബിയിലേക്ക് തർജ്ജമ ചെയ്ത മസ്രഹിയാണ്. അറബി ഭാഷയിലെ ആദ്യത്തെ മസ്രഹിയ അതാണ്. 1848 അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഇനി നമുക്ക് മസ്രഹിയയുടെ ഏറ്റവും വലിയ ഒരു നേതാവ്, ഏറ്റവും വലിയൊരു സാഹിത്യകാരൻ തൗഫീഖുൽ ഹക്കീമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് തൗഫീഖുൽ ഹക്കീമിൻ്റെത്. എല്ലാ മേഖലകളിലും ഇങ്ങനെയുണ്ട്. തുടങ്ങി വെച്ച ആൾ ഒരാളായിരിക്കും, അതിനെ പിന്നെ പരിപോഷിപ്പിച്ചെടുത്തത് ഒരാളായിരിക്കും. ഖിസ്സ തുടങ്ങിയത് മുഹമ്മദ് തൈമൂറും ഖിസ്സയെ പരിപോഷിപ്പിച്ചെടുത്തത് മഹ്മൂദ് തൈമൂറുമാണ്. അതേപോലെ തന്നെ റിവായ തുടങ്ങിയത് ഹുസൈൻ ഹൈക്കലും അതിനെ മറ്റു മേഖലയിലേക്ക് ഷിയറിൻ്റെ കൂടെ വെക്കാൻ പറ്റിയ ഒന്നാക്കി മാറ്റിയത് നജീബ് മഹ്ഫൂദുമാണ്. അതേപോലെ തന്നെയാണ് മസ്രഹിയ തുടങ്ങിയത് മാറൂൻ നുക്കാഷാണ്. എന്നാൽ അതിനെ വലിയ ഒരു കലയാക്കി മാറ്റിയത്, മസ്രഹിയ തുടങ്ങുമ്പോൾ അതിനെ ഒന്നും ഷിയറിൻ്റെ കൂടെ വെക്കാൻ പറ്റുമോ എന്ന് സംശയിച്ച ഒരു കാലത്ത് നിന്നും ഷിയറിനെ കവച്ച് വെക്കുന്ന ഒരു കലയാക്കിക്കൊണ്ട് മസ്രഹിയനെ മാറ്റിയെടുത്ത വ്യക്തി തൗഫീഖുൽ ഹക്കീമാണ്. അങ്ങനെയാണ് നസറിലെ ഓരോന്നും വളർന്ന് പന്തലിച്ചത്. തൗഫീഖുൽ ഹക്കീമിനെ കുറിച്ച് നോക്കാം. 1898 ജനിക്കുകയും 1987 അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. അദ്ദേഹം ജനിച്ചത് പിന്നെ ഇസ്കന്ദരിയയിലാണ്, അലക്സാണ്ട്രിയയിലാണ് അദ്ദേഹം ജനിച്ചത്. തൂഫിയ ഫിൽ കാഹിറ, മിസ്റിലെ കാഹിറയിലാണ് മരണപ്പെട്ടു പോയത്. റായിദുൽ മസ്രഹിയ അദ്ദിഹിനിയ, റായിദുൽ മസ്രഹിയ ദിഹിനിയ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അത് പ്രധാനപ്പെട്ടൊരു വിശേഷണമാണ്. ദിഹിനിയ മസ്രഹിയയുടെ റായിദായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലഖബ് സാഹിത്യകാരന്മാർ കൊടുത്തിട്ടുള്ളത്. നോക്കാം നമുക്ക് അദ്ദേഹത്തിൻ്റെ മസ്രഹിയാത്തുകൾ, അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ. അഹ്ലുൽ കഹ്ഫ്, കുറേ നാടകങ്ങളുണ്ട്, അതിൽ ഫേമസ് ആയത് മാത്രം, ചോദിക്കാൻ സാധ്യതയുള്ളത് മാത്രമാണ് നൽകിയിട്ടുള്ളത്. അഹ്ലുൽ കഹ്ഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഷഹർസാദ്, യാ തോല ഷജർ, മുഹമ്മദ്, അലി ബാബ, അൽ മറഅത്തുൽ ജദീദ, ഇതൊക്കെയാണ് പിന്നെ തൗഫീഖുൽ ഹക്കീമിൻ്റെ പ്രധാനപ്പെട്ട മസ്രഹിയകൾ. ഒസ്ഫൂറു മിന ഷർക്ക് അദ്ദേഹത്തിൻ്റെ റിവായാണ്, നോവലാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ സിജുനുൽ ഉംർ, അദ്ദേഹത്തിൻ്റെ സീറാദാത്തി ആത്മകഥയാണ്. അൽ ഖസറുൽ മഷ്ഹൂർ, ഖസറുൽ മഷ്ഹൂർ എന്നുള്ളത് തൗഫീഖുൽ ഹക്കീമും ത്വഹ ഹുസൈനും ഒന്നിച്ചിരുന്ന് എഴുതിയ ഒരു പുസ്തകമാണ്. ഔദത്തുർ റൂഹ്, സുൽത്താനുൽ ദുലാം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ മസ്രഹിയകളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാനൊക്കെ സാധ്യത കൂടുതൽ. ഇനി അടുത്ത ആൾ, മസ്രഹിയയിലെ മൂന്നാമത്തെയാൾ അലി അഹമ്മദ് ബാക്കസീറാണ്. അലി അഹമ്മദ് ബാക്കസീർ എവിടെയാണ് ജനിച്ചത് എന്ന് മുമ്പ് ചോദിച്ചതാണ്. അദ്ദേഹം ഉലിദ ഫി ഇന്തോനേഷ്യ, ഇന്തോനേഷ്യയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അസ്ല് കിടക്കുന്നത്, കുടുംബ പാരമ്പര്യം കിടക്കുന്നത് ഹൽറമിയാണ്. റായിദുൽ മസ്രഹിയ അൽ ഇസ്ലാമിയ, ഇസ്ലാമിക്കായിട്ടുള്ള, ഇസ്ലാമിക ചരിത്രമൊക്കെ പറയുന്ന ഇസ്ലാമിക നാടകങ്ങളുടെ പിതാവായിക്കൊണ്ട്, നേതാവായിക്കൊണ്ട് അറിയപ്പെടുന്നു അദ്ദേഹം. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികൾ നോക്കാം. വാ ഇസ്ലാമാഹ് കഴിഞ്ഞ കൊല്ലം ചോദിച്ചതാണ്, PSC ചോദിച്ച പ്രധാനപ്പെട്ട കൃതിയാണ്. സിറു ഷഹർസാദ്, അസ്സിൽസിലത്തു വൽ ഗഫ്രാൻ, ഹറബുൽ ബസൂസ്, മുലഹമത്ത് ഉമർ, അസായിറുൽ അഹ്മർ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ്. ഇതിൽ കൂടുതലും ഇസ്ലാമിക ചരിത്രങ്ങൾ പറയുന്ന നാടകങ്ങളാണ്. അതുകൊണ്ടാണ് റായിദുൽ മസ്രഹിയത്തുൽ ഇസ്ലാമിയ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇനി നമുക്ക് മസ്രഹിയ അവസാനിപ്പിക്കാം. മസ്രഹിയയിൽ 3 ആളുകളെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിലെ അവസാനത്തെ ഒരു ഭാഗമാണ്, നസറിലെ അവസാനത്തെ ഒരു ഭാഗമാണ് നഖദ് എന്നുള്ളത്. നഖദ് നസറിൻ്റെ കൂടെ വെക്കേണ്ടതല്ല, നഖദ് വേറെ ഒന്നായിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. എന്നിരുന്നാലും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു എന്ന് മാത്രം. നഖദ് എന്നുള്ളത് നമ്മളൊരു ക്ലാസ് ആയിക്കൊണ്ട് പറഞ്ഞതാണ്. അതിൽ പ്രധാനപ്പെട്ട നാക്കദീങ്ങൾ, അസ്റുൽ ഹദീസിലെ പ്രധാനപ്പെട്ട നാക്കദീങ്ങളെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നിരുന്നാലും അസ്റുൽ ഹദീസ് ഒന്നിച്ച് പറയുമ്പോൾ അതിൻ്റെ കൂടെ നഖദും കൂടെ പറയാം എന്ന് വിചാരിക്കുന്നു.
അപ്പം നഖദിലെ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ത്വഹ ഹുസൈനാണ് ഒന്നാമത്തേത്, രണ്ടാമത്തേത് അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദാണ്. അതേപോലെ കുറച്ചധികം ആളെ നമുക്ക് നഖദിൽ പഠിക്കണം. ആദ്യമായിക്കൊണ്ട് ത്വഹ ഹുസൈൻ കണ്ണ് കാണാത്ത ഒരു അറബി സാഹിത്യകാരനായിരുന്നു. ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടാക്കിയ, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് പിന്നെ ത്വഹ ഹുസൈൻ. മിസ്റിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയി. അദ്ദേഹം ഒരുപാട് മേഖലകൾ കൈവച്ചു. അറബി ഭാഷയുടെ അമീദ് എന്നൊക്കെ അദ്ദേഹം അറിയപ്പെട്ടു. അമീദ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അമീദുൽ അദബുൽ അറബി സാഹിത്യത്തിൻ്റെ, അറബി ഭാഷയുടെയല്ല, അറബി സാഹിത്യത്തിൻ്റെ അമീദായിക്കൊണ്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 1889 ജനിച്ചു. 1973 അദ്ദേഹം മരണപ്പെട്ടു പോയത്. അദ്ദേഹത്തിൻ്റെ മേഖലകൾ നോക്കാം നമുക്ക്. കാത്തിബുൻ വ അദീബുൻ വ നാഖീദുൻ വ മുഫക്കിറുൻ മിസ്രിയുൻ. അദ്ദേഹം എഴുത്തുകാരനാണ്, സാഹിത്യകാരനാണ്, വിമർശകനാണ്, ചിന്തകനാണ്. അദ്ദേഹം മിസ്രിലെ മഗാഗ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഫുഖീദ ബസറുഹു, അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. 2 അഭിപ്രായമുണ്ട്. 3-ാമത്തെ വയസ്സിലാണ് കാഴ്ച നഷ്ടപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്, 4-ാമത്തെ വയസ്സിലാണ് നഷ്ടപ്പെട്ടത് എന്നും അഭിപ്രായമുണ്ട്. ഇനിവേ നോക്കാം നമുക്ക്. അദ്ദേഹത്തിന് 2 ഡോക്ടറേറ്റാണ് കിട്ടിയിട്ടുള്ളത്. ദക്തൂറ അൽ ഊല, 1-ാമത്തെ ഡോക്ടറേറ്റ് 914 കിട്ടിയത്. അതിൻ്റെ വിഷയം തജ്ദീദു ദിക്റ അബിൽ അല എന്ന വിഷയമാണ് അതിൻ്റെ മൗദൂ. 2-ാമത്തെ ഡോക്ടറേറ്റ് കിട്ടിയത് ദക്തൂറ അസാനി 917 കിട്ടിയിട്ടുള്ളത്. അത് ഫൽസഫത്തു ഇബ്നു ഖൽദൂൻ്റെ ഫിലോസഫി എന്ന വിഷയത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം സ്ഥാപിച്ച 2 സ്ഥാപനങ്ങൾ, 2 യൂണിവേഴ്സിറ്റികളുണ്ട്. അസ്സസ ജാമിയത്തു ഇസ്കന്ദരിയ, അദ്ദേഹം അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റി 942 ഉണ്ടാക്കി. 950 അദ്ദേഹം ജാമിയത്തു ഐനു ഷംസ് എന്ന യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അദ്ദേഹം മിസ്രിലെ വസീറു തഅലീം ആയി മാറുന്നുണ്ട്. സോറ അൽ വസീറു തഅലീം. ഏത് വർഷം? 1950 മിസ്രിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് അദ്ദേഹം മാറുന്നത്. അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ളൊരു പ്രഖ്യാപനമുണ്ട്, അത് ഫേമസ് ആണ്. അത് ഷോർട്ടായിട്ടാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അൽ മാ വൽ ഹവ, വെള്ളവും വായുവും. അദ്ദേഹം നടത്തിയ പ്രഖ്യാപനമാണ്. അത്തഅലീം, വിദ്യാഭ്യാസം എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും അത്യാവശ്യമാണ്. അത് എങ്ങനെയാണോ വെള്ളവും വായുവും മനുഷ്യർക്ക് അത്യാവശ്യമായിട്ടുള്ളത് അതുപോലെ ആവശ്യമാണ് എന്നുള്ളത് അദ്ദേഹം നടത്തിയ ഒരു പ്രഖ്യാപനമാണ്. അങ്ങനെ ഫ്രീ ആയിക്കൊണ്ട് മിസ്രിലെ കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം ഫ്രീ ആയിട്ട് നൽകണം എന്ന പ്രഖ്യാപനം ആദ്യമായി നടത്തിയത് ത്വഹ ഹുസൈനാണ്. ത്വഹ ഹുസൈൻ്റെ അദ്ദേഹത്തിന് 951 ദക്തൂറ ഫഹ്രിയ കിട്ടിയിട്ടുണ്ട്. അതായത് ഹോണററി ഡോക്ടറേറ്റ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 958 അദ്ദേഹത്തിന് ജായിസ തഖ്ദീരിയ എന്ന അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഒരു സാഹിത്യകാരനാണ് ത്വഹ ഹുസൈൻ എന്നത്. അദ്ദേഹത്തിൻ്റെ അഅ്മാലുകൾ പരിശോധിച്ചാൽ കുറേ അഅ്മാലുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ അൽ അയ്യാം അദ്ദേഹത്തിൻ്റെ സീറ ദാത്തിയാണ്, ആത്മകഥയാണ്. 3 ജുസുകളാണ് അയ്യാമിനുള്ളത്. 929 അയ്യാം ഇറങ്ങിയിട്ടുള്ളത്. ഹദീസുൽ അർബിയ അദ്ദേഹം സാഹിത്യത്തെക്കുറിച്ച് എഴുതിയതാണ്. 3 ജുസുകളാണ് ഉള്ളത്. അഷൈഖാനി എന്നുള്ളത് അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും എഴുതിയതാണ് ഷെയ്ഖാനി എന്നുള്ളത്. അലാ ഹാമിഷി സീറ എന്നുള്ളത് അദ്ദേഹം 3 ജുസുകളായിക്കൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. സീറത്തുൻ നബവിയ്യ, പ്രവാചക കഥകളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അൽ വഅദുൽ ഹഖ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടതാണ്. അതിൽ കഥയാണ്, ഇസ്ലാമിക ചരിത്രത്തിലെ കഥയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അമ്മാർ റളിയല്ലാഹു അൻഹു, യാസിർ അമ്മാർ കുടുംബത്തെക്കുറിച്ച് നമുക്കറിയാം. അവരുടെ കഥയാണ് അൽ വഅദുൽ ഹഖിലുള്ളത്. ഫി ഷിഅരിൽ ജാഹിലിയൊക്കെ ആ പുസ്തകം ഇറങ്ങിയിട്ട് അത് നിരോധിച്ചു. അത്രയും പരാമർശങ്ങളും അദ്ദേഹത്തിൻ്റെ കുറേ വാദങ്ങളും ആ പുസ്തകത്തിലുണ്ടായിരുന്നു. ഫിഷിയറിൽ ജാഹിലിയൊക്കെ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഫിഷിയറിൽ ജാഹിലി 926 ഇറങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നഖ്ദാണ് അതിലുള്ളത്. വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹം അറബി സാഹിത്യ ചരിത്രത്തെയൊക്കെ വിമർശിക്കുന്നുണ്ട്. ഇംറുൽ ഖൈസ് എന്ന് പറയുന്ന ആൾ പോലും ഇല്ല, അതൊക്കെ പിന്നീട് അബ്ബാസിയ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത ചരിത്രങ്ങളാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. ജാഹിലിയ കാലഘട്ടത്തിൻ്റെ അസ്ലിനെ തന്നെ അദ്ദേഹം സംശയിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ, ഹജറുൽ അസ്വദിനെ പോലും അദ്ദേഹം നിഷേധിക്കുന്നുണ്ട്. ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയെക്കുറിച്ചും ഇംറുൽ ഖൈസ് അങ്ങനത്തെ സംഗതികളൊന്നും, ഇബ്രാഹിം നബി ഇല്ല, ഇസ്മായിൽ നബി ഇല്ല, അങ്ങനെയൊക്കെയാണ് അദ്ദേഹം അതിൽ വാദിക്കുന്നത്. അദബുൽ ജാഹിലി, ജാഹിലിയ സാഹിത്യത്തേക്ക് അദ്ദേഹം നിഷേധിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ. അപ്പോൾ ഈ ഒരു പുസ്തകം ഇറങ്ങിയ സമയത്ത് അത് അവിടെ നിരോധിക്കുകയാണ്. ഫിഷിയറിൽ ജാഹിലി എന്ന പുസ്തകം നിരോധിച്ചു. പക്ഷെ അദ്ദേഹം ചെറിയ മാറ്റങ്ങൾ നടത്തിയിട്ട് ആ പുസ്തകത്തിൻ്റെ പേര് മാറ്റി ഫിൽ അദബിൽ ജാഹിലി എന്ന പേരിൽ പിന്നീട് ആ പുസ്തകം അദ്ദേഹം കൊണ്ടുവരുന്നു.
ഈ പുസ്തകത്തെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ പുസ്തകത്തിന് മറുപടി ആയിക്കൊണ്ട് മുസ്തഫ സോദിഖ് റാഫിഈ രചിച്ച മറ്റൊരു ഗ്രന്ഥമാണ് തഹ്ത റായത്തുൽ ഖുർആൻ എന്ന ഗ്രന്ഥം. ഇതൊക്കെ മുമ്പ് PSC ചോദിച്ചതാണ്. തഹ്ത റായത്തുൽ ഖുർആൻ എന്ന ഗ്രന്ഥം ഫി ശിഅരിൽ ജാഹിലിക്ക് മറുപടി ആയിക്കൊണ്ടാണ് മുസ്തഫ സോദിഖ് റാഫിഈ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഗ്രന്ഥത്തെ പറ്റി നോക്കാം. തജ്ദീദു ദിക്റ അബിൽ അഅല അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. നഖ്ദിലാണ് ഈ ഗ്രന്ഥം എഴുതിയത്. തജ്ദീദു ദിക്റ അബിൽ അഅല 914 ഈ പുസ്തകം ഇറങ്ങിയിട്ടുള്ളത്. നഖ്ദിൽ എഴുതിയ ആദ്യത്തെ ഗ്രന്ഥമാണ്. അതായത് ത്വഹ ഹുസൈൻ ആദ്യത്തെ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ത്വഹ ഹുസൈൻ നഖ്ദിൽ എഴുതിയ ആദ്യത്തെ ഗ്രന്ഥമാണ്. ജാമിയത്തു മിസ്രിയ എന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ആദ്യത്തെ ഡോക്ടറേറ്റ്. ആ ഡോക്ടറേറ്റിൻ്റെ വിഷയമാണ് തജ്ദീദു ദിക്റ അബിൽ അഅല എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അടുത്തത് മഅ അബിൽ അഅല ഫി സിജ്നിഹി. അബുൽ അഅല മഅരിയെ പറ്റിയൊക്കെ അദ്ദേഹം നന്നായിട്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അബുൽ അഅല മഅരി അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അടുത്ത ഗ്രന്ഥം സൗത്തു അബിൽ അഅല പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. അത് അദ്ദേഹത്തെ തർജമ നസറിയ ലുസൂമിയാത്ത് ലിമഅരി. അബുൽ അഅല മഅരി എഴുതിയ ഗ്രന്ഥമാണല്ലോ ലുസൂമിയാത്ത് എന്നുള്ളത്. ആ ലുസൂമിയാത്തിൻ്റെ ഒരു വിശദീകരണമൊക്കെ ആയിക്കൊണ്ടാണ് അദ്ദേഹം സൗത്തു അബിൽ അഅല എഴുതുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ലുസൂമാല യൽസും എന്നുള്ളത് അബുൽ അഅല മഅരിയുടെ ഗ്രന്ഥമാണ്. ആ അബുൽ അഅല മഅരിയുടെ ഗ്രന്ഥത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ അടുത്ത ഗ്രന്ഥമാണ് ജന്നത്തു ഷൗക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫൽസഫത്തു ഇബ്നു ഖൽദൂൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഡോക്ടറേറ്റ് ആണ്. ഫൽസഫത്തു ഇബ്നു ഖൽദൂൻ അത് 917-18 കാലഘട്ടത്തിലാണ് അദ്ദേഹം നേടിയത്. ജാമിയത്തു സർബൂൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം രണ്ടാമത്തെ ഡോക്ടറേറ്റ് കരസ്ഥമാക്കുന്നത്. ഹാഫിള് വ ഷൗക്കി അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ്. അത് അഹ്മദ് ഷൗക്കിയെയും ഹാഫിള് ഇബ്രാഹിമിനെയും നഖ്ദ് ചെയ്തുകൊണ്ട് അവർ രണ്ടുപേരുടെയും കവിതകളെ വിമർശിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ മിൻ അദബിന അൽ മുആസിർ ഇതുപോലെ തന്നെ കുറേ ചർച്ചകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അതിൻ്റെ വിഷയം നഖ്ദാണ്. വിമർശന രൂപത്തിലാണ് ആ പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. വേറൊരു ഗ്രന്ഥമാണ് ദ്വാഉൽ ഖർവാൻ അദ്ദേഹത്തിൻ്റെ റിവായയാണ്, നോവലാണ്. ദ്വാഉൽ ഖർവാൻ പാതിരാ കുയിലിൻ്റെ രാഗം എന്ന പേരിൽ പ്രൊഫസർ P. മുഹമ്മദ് കുട്ടശ്ശേരി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ഗ്രന്ഥമാണ് ദ്വാഉൽ ഖർവാൻ എന്നുള്ളത്. ദ്വാഉൽ ഖർവാൻ എഴുതിയപ്പോൾ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആ അവാർഡ് അദ്ദേഹം നിരസിച്ചു. ഏതോ ഒരു പരീക്ഷയിൽ ഇങ്ങനെ ചോദ്യം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് കിട്ടിയ ഒരു അവാർഡ് അദ്ദേഹം നിരസിച്ചത് ഏത് ഗ്രന്ഥത്തിനായിരുന്നു ആ അവാർഡ് എന്നുള്ളത് ഒരു ചോദ്യം കണ്ടിരുന്നു. അത് ദ്വാഉൽ ഖർവാനാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക. അൽ മുഅദ്ദബൂന ഫിൽ അർള് പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. അതിൽ 11 കഥകളാണ് മുഅദ്ദബൂന ഫിൽ അർളിൽ അടങ്ങിയിട്ടുള്ളത്. മജ്മുഅത്തുൽ ഖസസിയ്യ കഥകളുടെയൊക്കെ സമാഹാരമാണ്. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് കൊടുത്ത ഗ്രന്ഥങ്ങൾ ഷജറത്തുൽ ബുഅ്സ്, ബൈന ഫി സ്വൈഫ്, അൽ ഖസറുൽ മസ്ഹൂർ അദ്ദേഹം തൗഫീഖുൽ ഹക്കീമിൻ്റെ കൂടെ എഴുതിയ ഗ്രന്ഥമാണ്. ഫുസൂൽ ഫി നഖ്ദ് വൽ അദബ് ഇതൊക്കെ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തതാണ്. ഫുസൂൽ ഫി നഖ്ദ് വൽ അദബ് ത്വഹ ഹുസൈൻ്റെ പ്രധാനപ്പെട്ട നഖ്ദിലെ ഗ്രന്ഥമാണ് ഫുസൂൽ ഫി നഖ്ദ് വൽ അദബ് എന്നുള്ളത്. ഈ നഖ്ദിലെ രണ്ടാമത്തെ ആളെ നമുക്ക് നോക്കാം. അബ്ബാസ് മഹ്മൂദ് അൽ അഖാദാണ് നഖ്ദിലെ ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അത്ര തന്നെ ചോദ്യങ്ങൾ അബ്ബാസ് മഹ്മൂദ് അൽ അഖാദിൻ്റെ ജീവിതത്തിൽ നിന്ന് ചോദിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ വർഷം ജസ്റ്റ് നോട്ട് ചെയ്യുക. മിസ്രിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സജനഹു മലിക് ഫുആദുൽ അവൽ രാജാവ് അദ്ദേഹത്തെ ജയിലിലടക്കുന്നുണ്ട്. ആ ജയിലടക്കുന്നത് 9 മാസം അദ്ദേഹത്തെ ജയിലിലടച്ചു. ആ ജയിലടക്കാൻ കാരണമായി തീർന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു മക്കാലയാണ്. ആ മക്കാലയുടെ പേര് ഹുക്മുൽ മുത്തല്ലഖ് ഫി ഖർനിൽ 20. മുത്തല്ലഖീങ്ങളായ ആളുകൾ ഈ വിധവകളായ ആളുകൾ അവരെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനമുണ്ടായിരുന്നു. ആ ലേഖനത്തിൻ്റെ കാരണം കൊണ്ട് അദ്ദേഹത്തെ ജയിലടക്കുന്ന ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. 959 ജായിസ തഖ്ദീരിയ കിട്ടുന്നു. അദ്ദേഹം അസ്സസ ജരീദു അദ്ദസ്തൂർ എന്ന പേരിലൊരു ജരീദ ഒരു പത്രം അദ്ദേഹം എന്ത് ചെയ്യുന്നു, പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതേപോലെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അദ്ദീവാൻ എന്ന സംഘടന. അസ്സസ ദീവാൻ എന്ന സംഘടന ഉണ്ടാക്കിയത് അക്കാദും മാസിനിയും ശുക്രിയും ചേർന്നിട്ടാണ് ദീവാൻ എന്ന സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ അക്മാലുകൾ നോക്കാം. അദ്ദേഹത്തിൻ്റെ കുറച്ച് അക്മാലുകൾ. യഖ്ലത്തു സ്വബാഹ്, അദ്ദീവാൻ മാസിനി,
ദീവാൻ എന്നുള്ളത് ഒരു സംഘടനയാണ്, അതിൻ്റെ കൂടെ തന്നെ ദീവാൻ എന്നത് ഒരു ഗ്രന്ഥത്തിൻ്റെ പേരും കൂടിയാണ്. നഖ്ദിയായ ഒരു ഗ്രന്ഥമാണ് ദീവാൻ എന്നുള്ളത്. അത് അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദും മാസിനിയും കൂടി ചേർന്നിട്ടാണ് ദീവാൻ എന്ന ഗ്രന്ഥം എഴുതിയത്. ആ ഗ്രന്ഥത്തിൻ്റെ പേരിൽ നിന്നാണ് പിന്നീട് ആ ഒരു സംഘടനയും അവരുണ്ടാക്കിയിട്ടുള്ളത്. സാറ, അബ്ഖരിയാത്ത്, ദീവാൻ ബഅദ ആസിർ, അയ്യൗമിയാത്ത്, അന, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതിൽ അന എന്നുള്ള കൃതി സീറാദാത്തിയാണ്, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എന്നുള്ളതും കൂടെ ഓർത്തു വെക്കുക. പൊതുവെ അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ് എന്ന് ചോദ്യങ്ങൾ കുറവാണ്. അദ്ദേഹത്തിന് കുറേ അബ്ഖരിയാത്തുകളുണ്ട്. അബ്ഖരിയത്തു പല ആളുകളുടെയും പേര്, അബ്ഖരിയത്ത് ഉമർ, അങ്ങനെ പല ആളുകളുടെയും പേരിലുള്ള അബ്ഖരിയത്തുകൾ അദ്ദേഹത്തിനുണ്ട്. അതും കൂടെ ഓർത്തു വെക്കുക. ഇനി നമുക്ക് കുറച്ച് ആഡ് ഓൺസ് ചെയ്യാനുണ്ട്. നഖ്ദിലെ പ്രധാനപ്പെട്ട വേറെ കുറച്ച് ആളുകൾ നോക്കാം. ഇബ്രാഹിം അബ്ദുൽ ഖാദർ അൽ മാസിനി. മാസിനി കവിയാണ്, വിമർശകനാണ്, മിസ്രിയുൻ, മിസ്റാണ്, മിസ്റിൽ ജനിച്ച ആൾ തന്നെയാണ്. മാസിനിയാണ് അദ്ദീവാൻ എന്ന ഗ്രന്ഥം അക്കാദിൻ്റെ കൂടെ എഴുതിയ ആൾ. കൂടെ അദ്ദീവാൻ എന്ന സംഘടന ഉണ്ടാക്കിയതും മാസിനിയും അക്കാദും പ്ലസ് അബ്ദുറഹ്മാൻ ശുക്രിയും ചേർന്നിട്ടാണ്. വേറെ ഒരാൾ അഹ്മദ് ഷായിബാണ്, മിസ്റിൽ ജനിച്ച ആളാണ്. അഹ്മദ് ഷായിബ് അറിയപ്പെടുന്ന പേര് അൽ ഉസ്താദ് ബിദൂന ദക്തൂറ, ഡോക്ടറേറ്റ് നേടാത്ത പ്രൊഫസർ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഉസൂലുൻ നഖ്ദുൽ അദബി എന്ന ഗ്രന്ഥം നഖ്ദിയായ ഗ്രന്ഥമാണ്. ഇലൈക്കയ വാലിദി എന്ന 2 ഗ്രന്ഥങ്ങൾ അഹ്മദ് ഷായിബിൻ്റെത് ഇമ്പോർട്ടൻ്റ് ആണ്. മുഹമ്മദ് മൻദൂർ മിസ്രിയാണ്, ഈജിപ്ഷ്യനാണ്. മുഹമ്മദ് മൻദൂറിൻ്റെ ഗ്രന്ഥങ്ങളാണ് അൻ നഖ്ദുൽ മൻഹജി ഇൻദൽ അറബ്, ഫേമസ് ആണ്. ഫിൻ നഖ്ദുൽ അദബി, അൻ നഖ്ദ് വൻ നുഖാദുൽ മുആസിരീൻ, ഈ 3 ഗ്രന്ഥവും വളരെ ഫേമസ് ആണ്. എല്ലാവരും ഇപ്പം നാഖ്ദീങ്ങൾ എന്ന് പറഞ്ഞാൽ വിമർശകരാണ്, പരസ്പരം സാഹിത്യ വിമർശനം നടത്തുന്ന ആളുകളാണ് നാഖ്ദീങ്ങൾ എന്ന് പറഞ്ഞാൽ. ഈ ആധുനിക കാലഘട്ടത്തിൽ കുറേ വിമർശകന്മാർ വന്നു. കുറേ സാഹിത്യ കൃതികൾ ഇറങ്ങുമ്പോൾ ഈ വിമർശകർ എന്ത് ചെയ്യും? അവരെ വിമർശിക്കും. എന്നാൽ വിമർശകരെ വിമർശിച്ച ആളാണ് മുഹമ്മദ് മൻദൂർ പറയുന്നത്, ഓരോ സാഹിത്യകാരന്മാർ കഷ്ടപ്പെട്ട് ഓരോ കൃതികൾ എഴുതും, അതിനെ നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തരുത്. കൃത്യമായി പഠിച്ച് വെറുതെ കുറ്റപ്പെടുത്തിയാൽ പോരാ, വെറുതെ നിരൂപണം നടത്തിയാൽ പോരാ. നിരൂപണം നടത്തുമ്പോൾ അതിന് കുറച്ച് നിയമങ്ങളുണ്ട്. നിരൂപണം നടത്താനുള്ള നിയമങ്ങളൊക്കെ മുന്നോട്ട് വെച്ച ആളാണ് മുഹമ്മദ് മൻദൂർ. നിരൂപണത്തെക്കുറിച്ച് പഠിച്ച ആളാണ്. മറ്റുള്ള ആളുകൾ നിരൂപണം നടത്തിയ ആളുകളാണ്. എന്നാൽ നിരൂപണം നടത്തിയവരെ നിരൂപണം ചെയ്ത ആളാണ് മുഹമ്മദ് മൻദൂർ. ഷൗക്കി ലൊയ്ഫ് ഈ മിസ്രിയാണ്, ഈജിപ്ഷ്യനാണ്. ഷൗക്കി ലൊയ്ഫിൻ്റെ കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിൽസിലത്തു താരീഖുൽ അദബ്. താരീഖുൽ അദബിൻ്റെ 5 ഗ്രന്ഥങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അറബി സാഹിത്യ ചരിത്രത്തിൻ്റെ. അതിലേറ്റവും ബൃഹത്തായ ഗ്രന്ഥം ഷൗക്കി ലൊയ്ഫ് എഴുതിയതാണ്. 10 വോളിയം അടങ്ങിയിട്ടുള്ള വലിയ ബൃഹത്തായ സാഹിത്യ ചരിത്രം എഴുതിയ ആളാണ് ഷൗക്കി ലൊയ്ഫ്. അദ്ദേഹത്തിൻ്റെ സിൽസിലത്തു താരീഖുൽ അദബ് ഇമ്പോർട്ടൻ്റ് ആണ്. മഈ എന്നത് അദ്ദേഹത്തിൻ്റെ സീറാദാത്തിയാണ്, ആത്മകഥയാണ്. ഫിൻ നഖ്ദുൽ അദബി എന്ന ഗ്രന്ഥം അദ്ദേഹത്തിനുണ്ട്. ഫുസൂൽ ഫി ശിഅർ വ നഖ്ദിഹി എന്ന ഗ്രന്ഥവും അദ്ദേഹത്തിനുണ്ട്. ഇനി എഡ്വാർഡ് സായദിനെ കുറിച്ച് പറയാനുണ്ട്. എഡ്വാർഡ് സായദ് എന്നത് നെറ്റിൻ്റെ സിലബസിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ എഡ്വാർഡ് സായദ് അദ്ദേഹം കുറച്ചും കൂടെ ഫേമസ് ആണ്. PSCയുടെ പല പരീക്ഷകളിലും സ്ഥാനം പിടിച്ച ഒരാളാണ് എഡ്വാർഡ് സായദ്. അദ്ദേഹം ഫലസ്തീനിൽ ജനിച്ചു. പിന്നീട് അമേരിക്കയിലേക്ക് ഹിജ്റ പോവുകയും ന്യൂയോർക്കിൽ സ്ഥിരതാമസമാക്കിയ ഒരു വ്യക്തിയാണ് എഡ്വാർഡ് സായദ്. അദ്ദേഹം നാഖിദുൻ, വിമർശകനാണ്. കാത്തിബുൻ, അദ്ദേഹം എഴുത്തുകാരനാണ്. വുലിദ ഫിൽ ഖുദുസ്, ഫലസ്തീനിലെ ഖുദുസിലാണ് ജനിച്ചത്. അദ്ദേഹം എഴുതിയ വളരെ ബൃഹത്തായ, വളരെ ഒരു മസോദിർ എന്നൊക്കെ നമുക്ക് പറയാം, ഒരു ആധികാരികമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അൽ ഇസ്തിഷ്റാഖ് എന്ന ഗ്രന്ഥം. ഓറിയൻ്റലിസ്റ്റിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. അൽ ഇസ്തിഷ്റാഖ്, ഈ ഗ്രന്ഥത്തിൻ്റെ പേരിലാണ് അദ്ദേഹം കൂടുതൽ ലോകത്ത് ഫേമസ് ആയത്. അപ്പോൾ എഡ്വാർഡ് സായദ് എഴുതിയ അൽ ഇസ്തിഷ്റാഖ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ അവസാനമായിക്കൊണ്ട് അഹ്മദ് അമീനെ കുറിച്ചാണ് പഠിക്കുന്നത്. കുറച്ചും കൂടെ നമുക്ക് അറിയുന്ന ആളാണ് അഹ്മദ് അമീൻ. അദ്ദേഹം നാഖിദാണ്, വിമർശകനാണ്. നല്ലതുപോലെ നഖ്ദിനെക്കുറിച്ച്, നഖ്ദിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് ഒക്കെ എഴുതുന്ന ഒരാളാണ് അഹ്മദ് അമീൻ. സഈമുൽ ഇസ്ലാഹ് ഫിൽ അസ്റുൽ ഹദീസ്, ആധുനിക അറബി സാഹിത്യത്തിലെ നവോത്ഥാനത്തിൻ്റെ ഒരു നേതാവാണ്. നവോത്ഥാനം കൊണ്ടുവന്ന ഒരു നേതാവാണ് അഹ്മദ് അമീൻ. ഹയാത്തി, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ഹയാത്തി. സീറാദാത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയാണ് ഹയാത്തി എന്നുള്ളത്. മറ്റു പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഫജ്റുൽ ഇസ്ലാം, ലുഹറുൽ ഇസ്ലാം എന്നുള്ളത്. ചരിത്രമാണ് അതിൻ്റെയൊക്കെ വിഷയം. അൽ യൗമുൽ ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. അൻ നഖ്ദുൽ അദബി, അദ്ദേഹത്തിൻ്റെ വിമർശനത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അൻ നഖ്ദുൽ അദബി. ഞാൻ മുമ്പ് നിങ്ങളോട് നഖ്ദിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു.
2 പുസ്തകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നഖദിൻ്റെ ആ ക്ലാസ് എടുത്തത് എന്നുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നഖ്ദുൽ അദബി എന്നൊരു ക്ലാസ് ഉണ്ട്. അത് അഹമ്മദ് ഷായിബിൻ്റെ ഗ്രന്ഥവും ജസ്റ്റ് നോക്കിയിരുന്നു, അഹമ്മദ് അമീൻ്റെ നഖ്ദുൽ അദബി എന്ന ഗ്രന്ഥവും നോക്കിയിരുന്നു. അപ്പോൾ അഹമ്മദ് അമീൻ്റെ നഖ്ദുൽ അദബി വളരെ ഫേമസ് ആണ്. അപ്പോൾ നഖ്ദ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നഖ്ദുൽ അദബി എന്ന പേരിൽ നഖ്ദ് അദബ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കുറേ ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവും. ആ ഗ്രന്ഥങ്ങൾ മാത്രം നിങ്ങളൊന്ന് എഴുതി വെച്ച് അതിനെ ഒന്ന് കൃത്യമായി അപഗ്രഥനം ചെയ്ത് നിങ്ങളൊന്ന് പഠിക്കുക, മനസ്സിൽ ഉറപ്പിക്കുക, മാറിപ്പോവരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നസറിലെ മുഴുവൻ ആളുകളെയും തൊട്ട് തലോടി പോയതാണ്. എനിക്കറിയാം PPT അത്ര മനോഹരമായിട്ടില്ല, അത് ഞാൻ വാട്സപ്പിലെ ടൈപ്പിംഗ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് പൂർത്തിയാക്കിയ ഒന്നാണ്. സമയക്കുറവ് മൂലം ഞാൻ യാത്രയിലാകുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മാത്രമല്ല നമുക്ക് എക്സാമിൻ്റെ ഒരു 3-4 ദിവസം മുമ്പുള്ള ദിവസമാണിത്, സമയം കുറവാണ് നമുക്ക്. അതുകൊണ്ട് തൊട്ട് തലോടി പോയിട്ടുള്ള എല്ലാവരെയും വിശദമായിട്ട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ അറിയാം. ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ളത് കൊണ്ട് അധികം തയ്യാറെടുപ്പുകളില്ലാതെയാണ് ഈ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത്. നമ്മൾ നസറിലെ മുഴുവൻ ഏരിയയും തൊട്ട് തലോടി പോയിട്ടുണ്ട്. നസറിലെ ഏറ്റവും ആദ്യം പറഞ്ഞ ഖിസ്സ ഖസീറ, കഥയിലെ സാഹിത്യകാരന്മാർ, റിവായ, നോവൽ, അതേപോലെ തന്നെ മസ്രഹിയ, നഖ്ദ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വിട്ടുപോയ കുറേ ആളുകളുണ്ട്, കുറേ ആളുകൾ ഇനിയും നമ്മൾ പറയാനുണ്ട്. നഹ്ലയുടെ ആളുകളൊക്കെ ഉണ്ട്. നസ്റുൽ ഹദീസ് തുടങ്ങുന്നത് നഹ്ല കൊണ്ടാണ്. ഇവിടെ ഒരു നവോത്ഥാനം ഉണ്ടാകുന്ന നവോത്ഥാനത്തിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ചോദ്യങ്ങൾ കുറവായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടന്നിട്ടില്ല. കാരണം അറബി സാഹിത്യം ഇങ്ങനെ ജാഹിലിയത്തിൽ നിന്ന് തുടങ്ങി അബ്ബാസിയത്തുമ്പോൾ അവസാനിച്ചു. പിന്നീട് ഒരു 300-400 വർഷത്തോളം ഇവിടെ ഇരുണ്ട കാലഘട്ടമാണ്. പിന്നീട് അറബി സാഹിത്യം തുടങ്ങുന്നത് എന്നാണ് 1700-ൻ്റെ അവസാനത്തിലാണ്. 1786-ലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. 1700-ൻ്റെ അവസാനത്തിലൊക്കെ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെയാണ് പിന്നീട് രണ്ടാമത് അസ്റുൽ ഹദീസ് ഉണ്ടായത്. അറബി സാഹിത്യം രണ്ടാമത് ഉണ്ടായി വരുന്നത് മിസ്റിലൂടെയും ലെബനാനിലൂടെയും ഒക്കെയാണ് അറബി സാഹിത്യം പിന്നീട് ഉണ്ടാവുന്നത്. അതിൽ പ്രധാനപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൽ നിന്ന് മിസ്റിലേക്ക് വരുന്നുണ്ട്. ഫ്രഞ്ചിൽ നിന്ന് വന്ന ഫ്രാൻസിലെ കുറേ ആളുകൾ മിസ്റിലേക്ക് വരുന്നുണ്ട്. അവരിവിടെ മിസ്റിനെ കീഴ്പ്പെടുത്തി ഇവിടെ ജീവിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ നമുക്കറിയാം, ബ്രിട്ടീഷുകാർ കൂടുതൽ പോയത് ഇന്ത്യയിലേക്കാണ്. ബ്രിട്ടീഷുകാർ ആഫ്രിക്ക വഴി ഇന്ത്യയിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നെപ്പോളിയൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ മിസ്റിൽ വന്ന് താമസിക്കുന്നത്. അങ്ങനെ കുറേ കാരണങ്ങളൊക്കെ ഉണ്ട്. ആ നെപ്പോളിയൻ മിസ്റിൽ വന്ന് താമസിക്കുന്നതാണ് അറബി സാഹിത്യത്തിലെ രണ്ടാമത്തെ ഈ നവോത്ഥാനം, നഹ്ലയുടെ ഏറ്റവും വലിയൊരു തുടക്കവും ഏറ്റവും വലിയൊരു കാരണവും. ഞാനത് വിശദീകരിക്കുന്നില്ല. നഹ്ലയുടെ അവാമിലു നഹ്ല എന്ന് പറഞ്ഞിട്ട് കുറേ സംഗതികളുണ്ട്. മദ്രസകൾ, ജരീദകൾ, മജല്ലാത്തുകൾ, സംഘടനകൾ, അങ്ങനെ കുറേ നഹ്ല തുടങ്ങാനുള്ള കാരണം, രണ്ടാമത് അറബി സാഹിത്യം നവോത്ഥാനം ഉണ്ടാകാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അവ്വലു ജരീദ അൽ അറബിയ, അറബി ഭാഷയിലെ അറബി സാഹിത്യത്തിലേക്ക് ആദ്യത്തെ ജരീദ പത്രം അൽ വഖാഇ ഉൽ മിസ്രിയ എന്ന പത്രമാണ്. അൽ വഖാഇ ഉൽ മിസ്രിയ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മുഹമ്മദ് അലി തുടങ്ങിയ അൽ വഖാഇ ഉൽ മിസ്രിയ, അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1 മണിക്കൂറോളം എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. കുറേ പ്രശ്നങ്ങൾ ഈ വീഡിയോയിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്ലൈഡ് പോരാ. മാത്രമല്ല സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത്. ഇനിയും സ്ലൈഡുകൾ മനോഹരമാക്കി കാത്തിരുന്നാൽ എക്സാമിൻ്റെ തൊട്ട് തലേന്ന് പോലും നിങ്ങൾക്ക് ഇതിട്ട് തന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇട്ടത്. കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കാണ്, സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കൃത്യമായി കേൾക്കുക. നാവിൽ ചെറിയൊരു പുണ്ണും മുറിവൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് സൗണ്ടും ചില ഉച്ചാരണങ്ങളൊന്നും ശരിയല്ല. എന്നിരുന്നാലും നിങ്ങൾ ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.